Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ സ്വിഗ്ഗി HDFC കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളൊരു HDFC കാർഡ് അല്ലെങ്കിൽ HDFC ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈസിലി അപ്രൂവൽ കിട്ടാവുന്ന ഒരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ സ്വിഗ്ഗി HDFC കാർഡിനെ. ഇതാണ് എൻ്റെ സ്വിഗ്ഗി HDFC കാർഡ്. നമുക്ക് ഇതിപ്പോൾ സെലക്റ്റഡ് ആയ ആൾക്കാർക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടും ലൈഫ് ടൈം ഫ്രീ ആയിട്ടും അങ്ങനെ കുറേ ആൾക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ. അത് പ്രൊഫൈൽ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ മാർച്ച് തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇയർ എൻഡൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഭയങ്കരമായിട്ട് കാർഡുകൾ അപ്രൂവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മിനിമം എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാർഡ് അപ്രൂവ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ HDFC ബാങ്കിൻ്റെ കാര്യം അറിയായിരിക്കും. HDFC ബാങ്കിൻ്റെ നോർമൽ കാർഡുകളിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കോബ്രൻ്റെ കാർഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കാർഡ് എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 ഇയറിൻ്റെ അടുത്ത് ആവാറായിട്ടുണ്ട്. ഈ കാർഡ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. HDFC ബാങ്കിൻ്റെ കാർഡുകളിൽ വൺ ഓഫ് ദ ഗുഡ് ലുക്കിംഗ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഒരു ഗിൽട്ട് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരു തിളങ്ങണമുണ്ട്. ലൈറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങും. പിന്നെ ഒരു 3-4 കളറൊക്കെ ഇടുന്നുണ്ട്. മാസ്റ്റർ കാർഡ് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ NFC സപ്പോർട്ടറാണ്. നമുക്ക് സ്വിഗ്ഗിയിൽ നമുക്ക് ഓഫേഴ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമൽ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് 500 പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നുണ്ട്. പിന്നെ നമുക്കിത് ഒരു ഫുഡ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഫുഡ് പർപ്പസിലുകൾക്കാണ് നമുക്ക് ഫുള്ളി ക്യാഷ് ബാക്ക് വരുന്നത്. പിന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 3 മാസത്തിൻ്റെ സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അതർ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ 10% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി ആപ്പ് ഇൻക്ലൂഡിങ് ഫുഡ് ഓർഡർ, ഇൻസ്റ്റാമാർട്ട്, ഡൈൻ ഔട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ സ്വിഗ്ഗി കുറേ സ്ഥലത്ത് റോൾ ഔട്ട് ചെയ്യുന്നുണ്ട് അവർ ഇൻസ്റ്റാമാർട്ട് ഫീച്ചർ. അതായത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന പരിപാടി. പിന്നെ റിവാർഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 10% ക്യാഷ് ബാക്ക് അക്രോസ് സ്വിഗ്ഗി ആപ്പാണ്. 5% ക്യാഷ് ബാക്ക് ഓൺ ഓൺലൈൻ സ്പെൻഡ് ഉണ്ട്. 1% ക്യാഷ് ബാക്ക് ഓൺ അതർ കാറ്റഗറി ഉണ്ട് കേട്ടോ. പിന്നെ ക്യാഷ് ബാക്ക് എല്ലാം ഡയറക്റ്റ്ലി നമുക്ക് സ്വിഗ്ഗി മണി ആയിട്ടാണ് കിട്ടുക. നമ്മുടെ സ്വിഗ്ഗി ആപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് സ്വിഗ്ഗി മണി ആയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു കോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ സ്വിഗ്ഗി ഉപയോഗിക്കാത്തൊരു പിന്നെ ഈ കാർഡ് എടുക്കാൻ പോയിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ളി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ സ്വിഗ്ഗി യൂസർ ആയിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് ഒരു HDFC ബാങ്കിൻ്റെ കാർഡ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സംഭവം ഉള്ളൂ. എന്ന് വെച്ചാൽ അവരെ നോർമൽ ഡയറക്റ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ പിന്നെ ഓൾറെഡി അവരുടെ കസ്റ്റമർക്ക് ആണെങ്കിൽ പിന്നെയും കിട്ടും, പ്രീപ്രായിട്ട് പിന്നെയും കിട്ടും. പക്ഷേ അല്ലാത്തവർക്ക് പക്ഷേ കുറച്ച് കാർഡ് കിട്ടാൻ HDFC കാർഡിന് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ബേസിക് കാർഡായിട്ടുള്ള മില്ലിനി അങ്ങനത്തെ കുറച്ച് കാർഡൊക്കെ ആയിട്ട് കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ നമുക്ക് ഇതിൽ ഡൊമസ്റ്റിക് ലോഞ്ചസ് സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് സംഭവമൊന്നുമില്ല. 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫീ സ്ട്രക്ചറിൻ്റെ കാര്യം പറയണമെങ്കിൽ നമുക്ക് 2 ലക്ഷം ഒരു കൊല്ലത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്ത് കിട്ടാം. പിന്നെ റിഡംഷൻ ഫീസ് സംഭവമൊന്നുമില്ല. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് വന്നത് 3% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.6%. ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നത് 2%. അതായത് ATM ഉപയോഗിക്കുമ്പോൾ ആഡ് ഓൺ കാർഡിന് ചാർജ് സെപ്പറേറ്റ് സംഭവമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രോസും കോൺസും പറയാൻ പോയി കഴിഞ്ഞാൽ കോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വിഗ്ഗി മണി ആയിട്ടാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് വൺ ഓഫ് ദി മെയിൻ കോൺ. പിന്നെ ലോഞ്ചസ് സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3%, അത്യാവശ്യം ഹൈ തന്നെയാണ്. പിന്നെ പ്രോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10% ക്യാഷ് ബാക്ക് നമുക്ക് സ്വിഗ്ഗി ഫുള്ളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്പിംഗ് 1500 നമുക്ക് പെർ മാസം വന്നിരിക്കുന്നത്, പെർ മന്ത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാപ്പിംഗ് ആണ്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ ഫുഡ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന് അത്യാവശ്യം നല്ല കാർഡ്, അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ അപ്രൂവലായിട്ട് കിട്ടുന്ന ഒരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു HDFC ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ഒരു കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് തന്നെ പറയാം. നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ മറക്കേണ്ട, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയാണ് GHH വേൾഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളിതിൽ ടെക് ന്യൂസും അതുപോലെ തന്നെ മൂവി ന്യൂസും മൂവി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും സംഭവങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാത്തിലും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള 2 ചാനലും കാണാത്തവരായി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത കാണാം. ബൈ.